നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഓൺഗ്രിഡ് സിസ്റ്റം വെച്ച നിരവധി ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ നിലവിലുണ്ട്. അവരെല്ലാം ഈ ഒരു സിസ്റ്റം വെച്ചതിന്റെ ഉദ്ദേശം മാക്സിമം എഫിഷ്യൻസി നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ്. ആ ധാരണയ്ക്ക് യാതൊരു തെറ്റുമില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, അതായത് നമ്മളിപ്പോ നോക്കുമ്പോൾ നല്ല ചൂടാണ്, അതുപോലെ നല്ല വെയിലുമുണ്ട്. അപ്പോൾ ഏതൊരു ഉപഭോക്താവും 100% അയാൾ വെച്ചിരിക്കുന്ന ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ 100% എഫിഷ്യൻസി കിട്ടുമെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ചില പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിലും അമിതമാണ്. അങ്ങനെ ഈ ചൂട് കാലത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം, അതായത് നമ്മുടെ ലോഡിന് അനുപാതികമായിട്ടുള്ളതിനേക്കാൾ 5 മടങ്ങ് 6 മടങ്ങ് കൂടുതലാണ് നമ്മുടെ കൺസപ്ഷൻ. അതായത് നമ്മുടെ ഒരു കണക്ടർ ലോഡ് 5 കിലോവാട്ട് ആണെങ്കിൽ അത് 10, 15, 20 കിലോവാട്ട് വരെയും കൺസപ്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂട് കാരണം നമ്മുടെ വീടുകളിലുള്ള എല്ലാ AC-കളും നമ്മൾ വർക്ക് ചെയ്യുന്നു, ഫാൻ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നു, ഫ്രീസർ, ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള ഡിവൈസുകൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നു. അതുപോലെ മോട്ടോർ കാര്യങ്ങൾ, നമുക്ക് വെള്ളം കണ്ടവാനം കുറവ് വരുമ്പോൾ മോട്ടോർ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നു, വെള്ളത്തിന്റെ ചെലവ് കൂടുന്നു. നമ്മൾ സാധാരണക്കാരായ മനുഷ്യര് ചിലപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കുളിക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ ക്രമാതീതമായിട്ട് കൂടുന്നു. അതുപോലെ തന്നെ ലോഡ്, അതായത് നമ്മുടെ കണക്ടർ ലോഡ് നമ്മുടെ ഇതിനേക്കാൾ 3-4 മടങ്ങ് കൂടുതൽ വരുന്നു. അപ്പൊ അവിടെ ആക്ച്വലി ഉണ്ടാവുന്ന ഒരു അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ലൈനിൽ ഒരു നിശ്ചിത നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു കണക്ടർ ലോഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ, എല്ലാവരും അതുപോലെ എക്സസ് കറണ്ട് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ലൈനിലെ വോൾട്ടേജ് നമ്മൾ അറിയാതെ തന്നെ കുറഞ്ഞു പോകുന്നു. അപ്പൊ അങ്ങനെ ലൈനിലെ വോൾട്ടേജ് കുറയുമ്പോൾ നമ്മുടെ ഓൺഗ്രിഡ് ഇൻവേർട്ടറുകൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഓൺഗ്രിഡ് ഇൻവേർട്ടർ, നമ്മളിപ്പോ ചിന്തിക്കും നല്ല വെയിലുണ്ടല്ലോ അതുകൊണ്ട് നല്ല ജനറേഷൻ ഉണ്ടെന്ന്. പക്ഷെ ഈ വോൾട്ടേജ് കുറയുമ്പോൾ, അതായത് ലൈനിലെ വോൾട്ടേജ് കുറയുമ്പോൾ 192 വോൾട്ടിൽ താഴെ പോയാൽ നമ്മുടെ ഓൺഗ്രിഡ് ഇൻവേർട്ടറുകൾ വെച്ചിരിക്കുന്നത് ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ 260 മുകളിൽ പോയാലും ഈ പറയുന്ന ഓൺഗ്രിഡ് ഇൻവേർട്ടറുകൾ വർക്ക് ചെയ്യില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം പലയിടത്തും, പല മേഖലകളിലും, വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ ഞങ്ങൾക്കത് നോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. വെയിലുണ്ട് അല്ലെങ്കിൽ നല്ല സൺലൈറ്റ് ഉണ്ടെന്നുള്ള ധാരണയിൽ നമുക്ക് ജനറേഷൻ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് നമുക്കുള്ളത്. പക്ഷെ എന്നാൽ ഓൺഗ്രിഡ് ഇൻവേർട്ടർ കറക്റ്റ് 230 വോൾട്ട് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് അബ്സോർവ് ചെയ്യുന്ന ഫീഡറിന്റെ അകത്തും ഈ കറക്റ്റ് 230 ആണെങ്കിൽ അത് 100% എഫിഷ്യൻസി നമുക്ക് കിട്ടും. അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ഓൺഗ്രിഡ് ഇൻവേർട്ടറിന്റെ ജനറേഷനെ ബാധിക്കാറുണ്ട്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഓൺഗ്രിഡിനെ അപേക്ഷിച്ച് ഒരു സോളാർ സിസ്റ്റം വെക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏറ്റവും നല്ലത് ബാറ്ററി സ്റ്റോറേജോട് കൂടിയ ഓൺഗ്രിഡ് ഇൻവേർട്ടർ തന്നെയാണ് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ മാക്സിമം ജനറേഷൻ, ഈ വെയിലിനെ 100% യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓൺഗ്രിഡ് ഇൻവേർട്ടർ വഴി തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.